ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിവേകും അഞ്ജുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവര് സംസാരിക്കുന്നത് വർഷയുടെ കാര്യം തന്നെയാണ്. വർഷയോടുള്ള ദേഷ്യം ഇപ്പോഴും വിവേകിന് മാറിയിട്ടില്ല. വിവേക് അങ്ങനെ അഞ്ജുവിനോട് പറയുന്നുണ്ട്, കൊച്ചിയിൽ നിന്ന് അടിച്ചു പൊളിക്കാനായി വയനാട്ടിൽ നിന്ന് വീട് വിട്ടു വന്നതാണ്. പഠിച്ച കള്ളി, അവളെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് വിവേക് അങ്ങനെ പറയുമ്പോൾ അഞ്ജു ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്നറിഞ്ഞ് ഒടുവിൽ അഞ്ജു വിവേകിനോട് സത്യം പറയാണ്. അവളുടെ കുടുംബത്തെ കുറിച്ചൊക്കെ കള്ളം പറഞ്ഞത് ഞാനായിരുന്നു. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് അഞ്ജു വിവേകിനോട് പറഞ്ഞ് നിന്നും പോവാനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അഞ്ജുവിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് വിവേക്. പെട്ടെന്നായതുകൊണ്ട് തന്നെ അഞ്ജു ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. പിന്നീട് വിവേകിന്റെ കയ്യിലേക്ക് നോക്കുകയാണ്. വിവേക് അപ്പൊ തന്നെ കൈവിടുന്നുണ്ട്. എന്നിട്ട് അഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ താൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വർഷയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം വിവേകിനോട് തുറന്നു പറയുകയാണ് അഞ്ജു. എല്ലാം കേട്ട് വിവേക് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ കുട്ടി അപകടത്തിലാണ്, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിവേക് കാറും എടുത്തുകൊണ്ട് വർഷയെ തെരഞ്ഞുകൊണ്ട് പോവുകയാണ്. വർഷയാണെങ്കിൽ സ്കൂട്ടിയിൽ അങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് തന്നെ വിവേക് വർഷയെ കാണുന്നുമുണ്ട്. എന്തായാലും ഇവിടെയും വർഷകന്റെ രക്ഷകനായി എത്തുന്നത് വിവേക് തന്നെയായിരിക്കും. പിന്നീട് വിവേകും പിഞ്ചപ്പനും കൂടി സംസാരിക്കുന്നുണ്ട്. പിഞ്ചപ്പൻ അങ്ങനെ വിവേകിനോട് പറയുന്നുണ്ട്, നമ്മളുമായി പ്രശ്നമുണ്ടാക്കിയ ആ ഡെലിവറി ഗേളിനെ അവളുടെ അച്ഛനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. അങ്ങനെ വിവേക് അവിടുന്ന് പോയതിനു ശേഷം രാഘവൻ അങ്ങോട്ടേക്ക് വരികയാണ്. വർഷയെ കണ്ടുപിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ക്യാഷാണ് പിഞ്ചപ്പൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ രാഘവൻ ക്യാഷ് കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ പിഞ്ചപ്പനെ കഴുത്തിന് പിടിക്കുകയാണ്. എനിക്ക് ഞാൻ ക്യാഷ് ഒന്നും തരില്ല, അവൾ എവിടെയാണെന്ന് രാഘവൻ അങ്ങനെ പിഞ്ചപ്പനോട് ചോദിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.